once again welcome back to Kidilen Traveler. നമ്മൾ ഇന്ന് അമേരിക്കയിലെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ചെറിയൊരു പ്രോഗ്രാമിലാണ്. നമ്മുടെ കൂടെ മലയാളി ഫാമിലീസ് ഉണ്ട്. ഇവരൊന്ന് കാണിച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. ജോസഫ്, ആഞ്ചസ്റ്റൻ, നിഷ, മോൻ എല്ലാവരും ഉണ്ട്. നമുക്ക് ബാക്കിയുള്ള ഇവിടെയുള്ള ആളുകളെ നമുക്കൊന്ന് കാണാം. ഇവിടെ മെയിനായിട്ട് രാത്രി 9 മണിക്ക് ഒരു ഫയർ വർക്കാണുള്ളത്. അത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു DJ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആളുകൾ ക്യാമ്പിംഗ് ചെയ്യുന്ന പോലെ എല്ലാ സംഭവങ്ങളുമായിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. കാരണം എല്ലാവരും വെയിറ്റ് ചെയ്ത് പേഷ്യൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടില്ലേ. നമ്മുടെ കുട്ടികളുടെ ഇന്നൊരു അമേരിക്കൻ ഫ്ലാഗ് വാങ്ങിയിട്ടാവും ആളുകൾ ഇരിക്കുന്നുണ്ടോ. എന്താ അച്ചടക്കമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഒരു ഭംഗിയല്ലേ. എന്തായാലും നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന ഏരിയകളിൽ കൂടെയൊക്കെ ഒന്ന് പോയി നമുക്കെല്ലാം കാണാം. ഒരുപാട് ഫാമിലീസാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ നാട്ടിലെ ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടൊന്നും ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മളങ്ങനെ വന്ന് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് മാറി നിൽക്കുന്നു. ഇവിടെ എങ്ങനെയുണ്ട് പ്രോഗ്രാം? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളി. കുറച്ചുകൂടി അങ്ങോട്ട് നിൽക്കുവാണെങ്കിൽ അവിടെ ഡാൻസും പരിപാടികളൊക്കെ. ഇവിടെ നിൽക്കുമ്പോൾ അത്ര ഒരു ആംബിയൻസ് കിട്ടുന്നില്ല. ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അവിടെ ഉണ്ട് ഡാൻസ് ചെയ്യാനൊക്കെയാണ്. ഇങ്ങോട്ട് പോകാം. ഇവിടെ നിൽക്കണോ? ഇവിടെ ഇല്ല കുട്ടികള് നമുക്ക് മൊബൈലിൽ കാണുന്ന അത്രയും വെളിച്ചമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ശരിക്കും രാത്രിയായിട്ടുണ്ട്. എങ്കിലും ഒരു 20 മിനിറ്റ് കൂടി ഉണ്ട് ഇനി ഫയർ വർക്ക്സ് നടക്കുന്ന സമയം വരേക്കും ഈ പാട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഉണ്ട്. എഡ്രിയാൻ, ജോവിൻ, ആലിൻ. ഹേ ഗൈസ്, സേ ഹൈ, സേ ഹൈ, സേ ഹൈ. ജോസഫ്, എങ്ങനെയുണ്ട് പരിപാടികളെ? ഉഷാറല്ലേ? മമ്മി ഇഷ്ടമായില്ലേ പരിപാടിയൊക്കെ? പിന്നെ ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. അടിപൊളി. അപ്പൊ എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ? പരിപാടി നടന്നുകൊണ്ടിരിക്കല്ലേ, കാണുന്നു, ആസ്വദിക്കുന്നു. നല്ലൊരു അവസരം കിട്ടി. അതിന്റെ വെടിക്കെട്ടാണ്. തൃശ്ശൂർക്കാരുടെ വെടിക്കെട്ട് കാര്യം പറയണ്ടല്ലോ. തൃശ്ശൂർക്കാരുടെ അത്രയും വരില്ല. അതെ അതെ, സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. നമ്മള് കുട്ടിപ്പാട്ടാളത്തിന് എല്ലാത്തിനും ഒന്ന് കൊണ്ടുപോയി സ്റ്റേജിന്റെ ഫ്രണ്ട് വരെ കൊണ്ടുപോയി കാണിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അവരിങ്ങനെ ലൈനായിട്ട് വന്നുകൊണ്ടിരിക്കുക നമ്മുടെ പുറകെ. പാട്ട് പ്രോഗ്രാമുകൾ കഴിഞ്ഞു. ഇനി ഫയർ വർക്സിലേക്ക് കിടക്കുവാണ്. ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഗൈസ്. നമ്മുടെ അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലെ മൊൺറോവിയ എന്ന് പറയുന്ന സിറ്റിയിലെ ഒരു കൊച്ചു സിറ്റിയിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഒരു വലിയ സിറ്റിയിലെ വലിയ പ്രോഗ്രാം അല്ല. ഏകദേശം നമ്മുടെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്തിൻ്റെ വലിപ്പമുള്ള അത്ര ഉള്ളൊരു ഏരിയയിൽ മാത്രം ആളുകളുടെ ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അമേരിക്കയിലെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു പ്രോഗ്രാം, വലിയൊരു അമേരിക്കൻ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നിങ്ങളിതിനെ കാണാൻ പാടില്ല. നമ്മളിവിടെ വന്നപ്പോൾ തൃശ്ശൂർക്കാരെ ഒരു ഫാമിലിയെ കണ്ടു. ലിറ്റോ, ആളുടെ പേരെന്താ? സെറിൻ. വളരെ യാദൃശ്യമായിട്ടാണ്. നമ്മളിവിടെ അങ്ങനെ മലയാളീസിനെ അധികം കാണാറില്ല. ലിറ്റോ, അപ്പോൾ വളരെ സന്തോഷം. നമുക്കിനി ബന്ധപ്പെടാം കേട്ടോ. താങ്ക് യു. അങ്ങനെ മലയാളി ഫാമിലീനെ കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷമായിട്ടോ. ഇവിടെ ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു സിറ്റിയിൽ മലയാളി ഫാമിലീനെ കാണുന്നത്. നമ്മുടെ ടീമുകൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞി കുടുക്കകളിരുന്ന് കളിക്കുന്നതൊക്കെ ഭയങ്കര ജനത്തിരക്കായിട്ടോ. രാജേഷ് ചേട്ടാ, ബോറടിച്ചോ? ബോറടിയൊന്നുമില്ല, നമ്മളിങ്ങനെ എൻജോയ് ചെയ്തേക്കുമല്ലേ. എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ബോറടിച്ചോ? തിരിച്ചടിക്കാൻ പോകുമ്പോൾ നമ്മുടെ വെടിക്കെട്ട് തുടങ്ങുകയാണ്.
ഫയർ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്തു. ഒരു രക്ഷയിലായിരുന്നു. സൂപ്പർ പരിപാടിയായിരുന്നു. ഏകദേശം 23 മിനിറ്റ് നീണ്ടു നിന്നു. നമ്മൾ ഒരുപാട് ഫയർ വർക്ക്സ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും മനോഹരമായൊരു ഫയർ വർക്ക്സ് നമുക്ക് കണ്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം നല്ല വിസിബിലിറ്റി ആയിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് ഭംഗിയുള്ളതായിരുന്നു. എന്തായാലും നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. നമ്മുടെ കൂടെയുള്ളവരൊക്കെ തിരക്കിൽ നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.